നമസ്കാരം. തമിഴ്നാട്ടിൻ്റെ ഒരു പാരമ്പര്യ കലയാണ് ഈ കോലാട്ടം. അത് കേരളത്തിലുള്ള ആളുകളും അത് തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കർക്കിടക മാസത്തിൽ അത് തമിഴ് ബ്രാഹ്മണർ ഈ കല പല അമ്പലങ്ങളിലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവാന് സമർപ്പിക്കുന്നത് പോലെ ഈ കോലാട്ടം സമർപ്പിക്കാറുണ്ട്. പല അമ്പലങ്ങളിലും ഇതുപോലെ തമിഴ് ബ്രാഹ്മിൻസ് ആ ഏരിയയിലുള്ളവരും പുറത്തുനിന്നുള്ളവരും അവിടെ വന്ന് കളിക്കാറുണ്ട്. ഇത് മുമ്പ് കാലങ്ങളിൽ കൃഷ്ണരും ഗോപികമാരും തമ്മിൽ കൃഷ്ണനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിനോദമായിട്ടാണ് ഇതിനെ കണ്ടുവന്നിരുന്നത്. അത് പിന്നീട് ആളുകൾ അത് തുടർന്ന് കൊണ്ടുപോവുകയും മനസ്സിനൊരു സന്തോഷത്തിനും ആനന്ദത്തിനും അതിനും മേലെ നമ്മുടെ ശാരീരിക ഹെൽത്ത് വ്യായാമത്തിനും കൂടെ വേണ്ടിയിട്ട് ഇത് ഇന്ന് പല ഇടങ്ങളിലും ഈ കോലാട്ടം എന്നുള്ള കല നല്ല രീതിയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പാട്ടുകൾ മാത്രമാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. പ്രധാനമായും ഗണപതി, ശിവൻ, ദേവി, അയ്യപ്പൻ, മുരുകൻ, കൃഷ്ണൻ, രാമൻ. ആദ്യം ഗണപതി സ്തുതിയിൽ തുടങ്ങി അവസാനം മംഗളത്തിൽ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് എല്ലാവർക്കും കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും അത് സന്തോഷം പകരുകയും അത് കളിക്കുന്നവർക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സന്തോഷവും ആനന്ദവും ഒരു പ്രത്യേക ഉന്മേഷവും ഇതുപോലെ വ്യായാമവും എല്ലാം കൂടി ചേർത്തിട്ട് അത് ഇന്നും കേരളത്തിലുള്ള ആളുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കരിമം ധന്വന്തരി മൂർത്തി കോലാട്ട സമിതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കർക്കിടക മാസത്തിൽ എല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ കോലാട്ടം ഓരോ അമ്പലങ്ങളിൽ അരങ്ങേറി വരുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഈ മാസത്തിലെ മൂന്നാമത്തെ പരിപാടിയാണ്. ഇവിടെ ആടിച്ചൊവ്വ ദിവസം, പ്രധാനമായും ആടിച്ചൊവ്വ ആടി വെള്ളി ദിവസങ്ങളിലും പിന്നെ ഏതെങ്കിലും അമ്പലങ്ങളിൽ ഉത്സവ സമയത്തുമാണ് ഈ കല നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങളുടെ ഗുരു കരിമത്ത് തന്നെ താമസിക്കുന്ന ശ്രീമതി ചിത്ര വെങ്കടേഷ് അവർകളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 10 പേർ ഉണ്ട്. ഈ കളിയിൽ 8 പേരുള്ളത് കൊണ്ട് ഇന്ന് 8 പേരെ സന്നിഹിതരായിട്ടുള്ളൂ ഇവിടെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.